മലയാളികൾക്ക് സുപരിചിതയാണ് മായ മോഷ്മി. സിനിമയിലും ടെലിവിഷനിലും എല്ലാം നിറഞ്ഞു നിന്നിരുന്ന നടി. എന്നാൽ പിന്നീട് ഒരു നാൾ മായയെ സ്ക്രീനിൽ നിന്ന് കാണാതായി. ആ വലിയ ഇടവേളയിലേക്ക് മായ നയിച്ചത് അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരു അപൂർവ രോഗമായിരുന്നു. കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് മായയുടെ ജീവിതം മാറ്റിമറിച്ച ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത്. 2013 കണ്ണിന് അണുബാധ ബാധിക്കുകയായിരുന്നു. സ്റ്റെഫാലോകോക്കസ് എന്ന ബാക്ടീരിയ ആയിരുന്നു ഇതിന് കാരണം. കണ്ണിൽ നിന്നും പേസ്റ്റ് രൂപത്തിൽ പീള വരും. കണ്ണിന്റെ സോക്കറ്റ് മുഴുവൻ നിറയും. മുഖത്ത് വെളിച്ചം പോലും അടിക്കാൻ പാടില്ല. വെയിലും ചൂടും ഒന്നും കൊള്ളാൻ പാടില്ലായിരുന്നു. ക്രമേണ മായയുടെ കാഴ്ച മങ്ങി തുടങ്ങി. ഈ അസുഖമുള്ള ആരുടെയെങ്കിലും കയ്യിൽ നിന്നോ ബിസ്ക്കറ്റോ വെള്ളമോ വാങ്ങി കഴിച്ചാൽ പോലും രോഗം പകരുമെന്നാണ് തനിക്ക് എന്തുകൊണ്ട് ഈ അവസ്ഥ വന്നു എന്ന മായയുടെ ചോദ്യത്തിന് ഡോക്ടർ നൽകിയ മറുപടി. പകരാനുള്ള സാധ്യത വളരെ കൂടുതലായതോടെ മായയുടെ ജീവിതം അടച്ചിട്ട മുറിയിലേക്ക് ചുരുങ്ങുകയായിരുന്നു. കൊറോണയ്ക്ക് മുമ്പേ മായ ക്വാറന്റൈൻ ജീവിതം അനുഭവിച്ചു തുടങ്ങി. ദിവസങ്ങളും ആഴ്ചകളുമല്ല, ഒരു വർഷത്തോളം മുറിക്കുള്ളിൽ അടച്ചിരിക്കുകയായിരുന്നു മായ. കണ്ടു നിൽക്കാൻ പോലും സാധിക്കാത്ത അത്രയും ദയനീയമായിരുന്നു മായയുടെ അവസ്ഥ. ഇതോടെ അടുപ്പമുണ്ടായിരുന്നവരും അകന്നു. അക്കാലത്ത് തന്നെ സ്ഥിരമായി വിളിക്കുകയും പിന്തുണ നൽകുകയും ചെയ്ത നടൻ പ്രേം പ്രകാശ് ആയിരുന്നുവെന്നും മായ ഓർക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിൽ അച്ഛന്റെ സാമ്പത്തിക ബാധ്യതകളും മായയുടെ ജീവിതത്തെ സാരമായി ബാധിച്ചിരുന്നു. ബിസിനസ്സിൽ കൂടെയുണ്ടായിരുന്നവർ ചതിച്ചതോടെ അച്ഛന് നഷ്ടമായത് 52 ലക്ഷം രൂപയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ ആരും അദ്ദേഹത്തിനൊപ്പം നിന്നില്ല. തന്റെ സ്വർണം വിറ്റ് അച്ഛന്റെ കടങ്ങൾ തീർക്കാൻ മായ സഹായിച്ചു. തന്റെ സമ്പാദ്യമെല്ലാം മായ അച്ഛന് നൽകി. പക്ഷേ കടവും ബാധ്യതയും തീർന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗൃഹപ്രവേശനത്തിൽ പങ്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും രാവിലെ ഇറങ്ങിയ അച്ഛൻ മതിലിനോട് ചേർന്നുള്ള റെയിലിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ജീവിതത്തിൽ ആകെ തകർന്നു നിൽക്കുന്ന സമയത്താണ് മായ തേടി വിപിൻ എത്തുന്നത്. അച്ഛനുണ്ടായിരുന്ന സമയത്തും വിപിൻ വിവാഹാലോചനയുമായി വന്നിരുന്നെങ്കിലും അന്ന് വിവാഹത്തിന് മായയും വീട്ടുകാരും സമ്മതിച്ചില്ല. ഒരു മാല പോലും വാങ്ങി നൽകാനില്ലെന്ന് പറഞ്ഞായിരുന്നു അവർ ആലോചന നിരസിച്ചത്. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും തന്നെ സ്നേഹിക്കുവാൻ വിപിന് സാധിക്കുന്നുണ്ട് എന്നത് മായയുടെ മനസ്സിനെ മാറ്റി. പിന്നീട് അവർ വിവാഹിതരായി. പതിയെ മായ ജീവിതം തിരിച്ചു പിടിച്ചു. 12 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മിഴി രണ്ടിലും എന്ന പരമ്പരയിലൂടെ 2023 തിരിച്ചു വന്ന് അഭിനയത്തിൽ സജീവമായി. മകളായിരുന്നു അമ്മയെ തിരിച്ചു വരാൻ പ്രോത്സാഹിപ്പിച്ചത്.